ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ക്രിക്കറ്റ് ഷൂവിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഉള്ളത്. ഇത് അഡിഡാസിൻ്റെ ക്രീ ഹേസ് എന്നും പറയുന്നത് ക്രീ ഹേസ് 23 എന്നുള്ള ഒരു ക്രിക്കറ്റ് ഷൂ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ക്രിക്കറ്റ് ഷൂ തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ ഷൂ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഷൂ ആണ്. നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ ഷൂ. എന്തായാലും നമുക്ക് ഇടുമ്പോഴും നല്ല ഒരു കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഷൂവിൻ്റെ ഡിസൈനിങ് ആയാലും കാര്യമായാലും. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സോളാണ്. ഇന്നർ സോളും അത്യാവശ്യം നല്ല ഇന്നർ സോളാണ്. ഇതിൻ്റെ ഔട്ടർ സോളും നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും നല്ല ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കട്ടിയുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷൻ കാലിൻ്റെ വിരലുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡിഡാസിൻ്റെ മറ്റേ 3 വരയുടെ ബാഡ്ജിങ് അല്ലാത്ത അഡിഡാസിൻ്റെ ബാഡ്ജിങ്, പിന്നെ താഴെയും അഡിഡാസിൻ്റെ ബാഡ്ജിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ അഡിഡാസിൻ്റെ ബാഡ്ജിങ് വളരെയധികം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴെ ഗ്രിപ്പ് നല്ല ഗ്രിപ്പുണ്ട്. അതിൻ്റെ കൂടെ അഡിഡാസിൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ഡിസൈനും ഉള്ളൊരു ക്രിക്കറ്റ് ഷൂ തന്നെയാണ് കേട്ടോ. ഇതിപ്പം എൻ്റെ സൈസല്ല, എനിക്ക് ഈ ഷൂ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷൂ ഇട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇന്നർ സോളാണ് കാണിക്കുന്നത്. ഇന്നർ സോൾ അത്യാവശ്യം നല്ലൊരു ഇന്നർ സോൾ തന്നെയാണ്. അത് ഇളക്കി മാറ്റാൻ പറ്റുന്ന ഇന്നർ സോൾ അല്ല കേട്ടോ. ചെറുതായിട്ട് അത് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് കൊണ്ട്. ഇത് എൻ്റെ ഷൂ ആണ്, പ്യൂമയുടെ ഷൂ. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇന്നർ സോള്, ഈ പ്യൂമയുടെ ഷൂവിൻ്റെ ഇന്നർ സോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു സോഫ്റ്റ് ഫോം എന്നാണ് ആ ഇന്നർ സോളിനെ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതേ കണക്ക് തന്നെയാണ്, നല്ല സോഫ്റ്റാണ് ഇന്നർ സോൾ. അപ്പോൾ ഈ സോഫ്റ്റ്നെസ്സിൻ്റെ പേരിൽ ഇതിന് ഞാൻ ഒരു മാർക്ക് കൊടുക്കും. കാരണം ഈ ഇന്നർ സോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് നല്ല കംഫർട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ബട്ടൺ ടൈപ്പ് ആണെങ്കിൽ ഇതൊരു ചെറിയ ട്രയാങ്കിൾ മോഡൽ ഗ്രിപ്പാണ്. അപ്പം നമ്മൾ ഇതിൽ ഈ ഷൂവിൻ്റെ ഈ സൈഡ് ക്വാളിറ്റിയൊക്കെ അത്ര അഡിഡാസിനേക്കാളും അത്ര മികച്ചതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ നിന്ന് തെളിഞ്ഞത്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ രണ്ടിൻ്റെ ഡിസൈനും അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ പറയാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ആ സൈഡിലേക്ക് ആ ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ അത് കുറച്ചൊക്കെ ഫ്ലെക്സിക്കൊക്കെ എനിക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. ചെറുതായിട്ടൊക്കെ ഇളവി ഞാൻ ബോൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കാല് നമ്മൾ തലയിലെടുത്ത് അമർത്തുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പക്ഷേ എനിക്ക് അത്രത്തോളം ക്വാളിറ്റി പ്യൂമയിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ അവിടെ ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയതായതുകൊണ്ട് പറയണമെന്നോ? അങ്ങനെയല്ല കേട്ടോ. കാരണം വാങ്ങിച്ച സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയിരുന്നു. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇളവി. അപ്പോൾ ഇതിനെന്തായാലും ഫസ്റ്റ് ഒരു ഇതിൽ തന്നെ നമുക്ക് ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ലോവറിൻ്റെ കൂടെ ഇടുമ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള ഡിസൈനിങ്ങാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലോവറിൻ്റെ കൂടെയുള്ള ഇതിൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത് ബ്ലൂ ആണ്, അത് വൈറ്റ് ആണ്. എനിക്ക് വൈറ്റ് ഷൂ ആണ് എനിക്കും പേഴ്സണലി ഇഷ്ടം. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, ഈ പ്യൂമയുടെ വൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല വിലയായിരുന്നു. ഈ ബ്ലൂവിനേക്കാളും വില കൂടുതലായിരുന്നു കേട്ടോ. ചില സമയത്ത് ഇത് വില കൂടുതൽ വരും, ചില സമയത്ത് വൈറ്റ് വില കുറവ് വരും. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇത് വില കുറവും വൈറ്റ് വില കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കളർ എടുത്തത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് ബോളിങ്ങിനൊക്കെ പറ്റിയ ഗ്രിപ്പാണ് കേട്ടോ. നല്ല രീതിക്കുള്ള ഗ്രിപ്പ് നൽകുന്നുണ്ട് ഈ ഷൂ. എന്തായാലും ഇതിൻ്റെ വില ഫ്ലിപ്കാർട്ടിൽ ചില സമയത്ത് നല്ല രീതിക്ക് കൂടുതലാണെങ്കിൽ ചില സമയത്ത് നല്ല രീതിക്ക് കുറയാറുമുണ്ട് കേട്ടോ. പിന്നെ ഈ ഷൂ നിങ്ങൾ പരമാവധി ടർഫിലും ഗ്രൗണ്ടിലും മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ സംഭവം ഇട്ടുകൊണ്ട് പോകരുത്. കാരണം ഇതിൻ്റെ ഗ്രിപ്പ് ഗ്രൗണ്ടിലും ടർഫിലുമൊക്കെ ഗ്രിപ്പ് കിട്ടുന്നെങ്കിലും പോലും നമുക്ക് ഇത് വേറെ സ്ഥലത്തൊന്നും ഗ്രിപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ചറുക്കാനും വീഴാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഗ്രിപ്പ് നമുക്ക് ഗ്രൗണ്ടിലും ടർഫിലും മാത്രമാണ് നല്ലതുപോലെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഈ ഷൂവിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 1500 സംതിങ് ആണ്. അത് ചില സമയത്താണ് ആ വിലയിലോട്ട് താഴുന്നത്. ചില സമയത്ത് ഒരു 2000-ന് മേലെയൊക്കെ പോകും. അപ്പം നമ്മൾ വില നോക്കിയൊക്കെ വാങ്ങിക്കുക കേട്ടോ. വില നോക്കി വാങ്ങിച്ചാൽ നമുക്കൊരു 1500 രൂപയൊക്കെ കിട്ടും. എന്തായാലും ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ ബൈ.